ഏറ്റവും വലിയ സന്തോഷം എന്തെന്നറിയാം? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകാനാണ്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്നാൽ സ്വർഗത്തിനെക്കാളും വലുതെന്തെങ്കിലും ഉണ്ടോ? സ്വർഗത്തിനെക്കാളും നിങ്ങൾ വിലയിരുത്ത. ഞാനൊരു ചരിത്രം പറയാം. നമ്മുടെ പിതാവായ അബുൽ ബഷർ ആദം നബി അലിഹിസ്സലാം, ആദം നബി അലിഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ കയറ്റിവിട്ടു. ആദം നബിയെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു സ്വർഗത്തിന്റെ അകത്തേക്ക് കടത്തിവിട്ടു. ഖുർആൻ പറയുന്നില്ലേ, ആദം നബി സ്വർഗത്തിലേക്ക് കടന്നുപോയ രംഗം. ആദം നബി ഇങ്ങനെ സ്വർഗത്തിലൂടെ നടക്കുകയാണ്. അള്ളാഹു ഇങ്ങനെ കണ്ട് പടച്ചവനെ മൂന്നാറ് വയനാട് ചുരം കയറി ഇറങ്ങുന്നില്ല, സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ആദം നബി. ആദം നബി ഇങ്ങനെ സ്വർഗത്തിലൂടെ നടന്നിങ്ങനെ പോകുമ്പോ അള്ളാഹു ഒരിക്കൽ ചോദിച്ചു, എന്റെ ആദവേ, നിനക്കൊരു സന്തോഷമില്ലാതെ? ഈ സ്വർഗത്തിൽ കൂടെ നടന്നിട്ട് നിനക്ക് എന്തേ ഒരു സന്തോഷമില്ലാതെ? എന്താ നിനക്ക് പറ്റിയത്? എന്ത് പറ്റിയത്? എന്റെ മുഖത്തൊരു പ്രയാസം പോലെ. ആദം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്തോ ഒരു കുറവുള്ളതുപോലെ, ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. ആ ചങ്ങാതി പറഞ്ഞു ആലോചിക്കുക. ഇവിടെ സ്വർഗത്തിൽ കൂടെ നടക്കുന്ന ആദം നബി പറയുകയാ, ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ലെന്ന്. ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോൾ ആദം നബി പറഞ്ഞത്, ഇപ്പോഴാണ് ജോറായത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് കുടുംബജീവിതം. അതാണ് കുടുംബജീവിതം. അത് മനസ്സിലാക്കേണ്ടത്. കുടുംബജീവിതത്തിന്റെ വിലയും മഹത്വവും മനസ്സിലാക്കണമെങ്കിൽ ഈ ചരിത്രം പഠിച്ചാൽ മതി. അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ.